വിചാരിച്ചോണേ. അപ്പം മഴക്കാലത്ത് നിങ്ങൾക്ക് കാറിന് ഇതുപോലെ ഫുള്ളായിട്ട് കരിമൺ കുത്തു പോലെ ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഇതെങ്ങനെ കളയാമെന്നില്ല കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു പ്രശ്നം പ്രധാനമായും ഫേസ് ചെയ്യുന്നത് വൈറ്റ് കാറ്, ബോർവെല്ലിൻ്റെ കിണറൊക്കെയുള്ള വീട് ഇങ്ങനെയാണ് കേട്ടോ. മഴയത്ത് വണ്ടി വെക്കുമ്പോൾ ഇത് നമുക്ക് വേഗം ക്ലീനാക്കാൻ വീട്ടിൽ നിന്ന് തന്നെ. സർവീസ് സെൻറ്റർ കൊണ്ടുപോയി പോലും ക്ലീനാകാത്ത സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ മോട്ടോമാക്സിൻ്റെ റബ്ബിങ് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്, 2K റബ്ബിങ് കോമ്പൗണ്ട്. ഇതും പോളിഷും കൂടി ഒരു 250-300 രൂപയായിട്ടേ ഉള്ളൂ കേട്ടോ ഫ്ലിപ്കാർട്ടിൽ. ഇതെങ്ങനെ ക്ലീനാക്കുന്നു നോക്കാം. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു സ്പോഞ്ച് എടുക്കുക, സർക്കിൾ മോഡലൊന്ന് ജസ്റ്റ് ഒന്ന് സർക്കിൾ മോഡലൊന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതപ്പോൾ ഇത് ഞാൻ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ഇപ്പോൾ സർവീസ് ചെയ്ത് കൊണ്ടുവന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ പക്ഷേങ്കിൽ അവർക്ക് അതിനെ കൊണ്ട് ഡീസൽ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ കെമിക്കൽ ഇട്ടിട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതോ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തതിന് ശേഷം ഫൈനൽ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കാറിൻ്റെ മുകൾ ഭാഗവും സൈഡിലും ഡോറിനും ഒക്കെ ഒന്നാമത് ബോർവെല്ലിൻ്റെ വെള്ളമില്ല വീടാണ് ഇത്. പിന്നെ പോരാത്തതിന് ഈ മഴയത്ത് വണ്ടി വെക്കുന്നത്. അപ്പോൾ ഭയങ്കര വണ്ടിയെല്ലാം അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. ഫുള്ള് പായലും അതൊക്കെ പിടിച്ച് വണ്ടി അലങ്കോലമായി കിടന്ന വണ്ടിയാണ്. അപ്പോൾ ജസ്റ്റ് 1 മണിക്കൂർ ടൈം എടുത്തിട്ടുണ്ടാവും നമ്മളിതൊന്ന് വൃത്തിയാക്കി എടുക്കാൻ കേട്ടോ. കാരണം കൈയോട് ഇറക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് പണിയാണ്. ഇതൊരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. വളരെ ഫിനിഷിങ് ചെയ്തെടുക്കാം. ഞാൻ നോക്കിയതായി ഡൂമിൻ്റെ അടുത്ത് ചെറിയതുണ്ട. ഇത് നമ്മൾ തുണിയോടൊക്കെ തുടച്ചിട്ടും എങ്ങനെ സർവീസ് സെൻറ്റർ കൊടുത്തിട്ട് പോലും പോയിട്ടില്ല. അവരെ കൊണ്ട് പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇത് വൃത്തിയാക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മളെ വീട്ടിൽ നിന്ന് നമുക്ക് തന്നെ ശ്രമിച്ച പല കാര്യങ്ങളും നമുക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ കേട്ടോ. വണ്ടി ശരിക്കും നമുക്ക് നല്ല രീതിയിൽ ഒന്ന് പോളിഷും ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെയുള്ള കറകളും കച്ചറകളും മൊത്തത്തിലൊന്ന് ക്ലീനാക്കി നോക്കിയാട്ടെ. ഫൈനൽ ലുക്ക് ഏകദേശം ഇതുപോലെയാണ് കേട്ടോ. കുറച്ചും കൂടെ വർക്കുണ്ട്. പോളിഷിങ് വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങൾക്കും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്കിതുപോലെയുള്ള വീഡിയോ പിന്നെയും ചെയ്യാൻ അത് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ മച്ചന്മാരെ ഇവിടെ വെച്ച് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഒന്നും മറക്കാതെ ഷെയർ ചെയ്യാം കേട്ടോ.